ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കൂടി ബ്രസീൽ കളിക്കുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ ചിലിയെ സ്വന്തം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ബ്രസീൽ നേരിടുക. രണ്ടാമത്തെ മത്സരത്തിൽ ബൊളീവിയയാണ് ബ്രസീലിന്റെ എതിരാളികൾ. അത് ബൊളീവിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ്. സെപ്റ്റംബർ 10 ബ്രസീലും ബൊളീവിയയും തമ്മിലുള്ള ആ ഒരു മത്സരം നടക്കുക. ബൊളീവിയയുടെ സ്റ്റേഡിയം അത് വളരെയധികം പ്രശസ്തമാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയർന്ന പ്രതലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയമാണ് ബൊളീവിയയിലെ സ്റ്റേഡിയമായ എൽ ആൾട്ടോ സ്റ്റേഡിയം. അവിടെ കളിക്കുക എന്നുള്ളത് എതിരാളികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ശ്വാസതടസ്സം നേരിടാറുണ്ട്. ആ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ബ്രസീൽ ബൊളീവിയക്കെതിരെ കളിക്കുക. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് അവരുടെ സൂപ്പർ താരമായ റാഫീഞ്ഞയെ അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ചിലിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം റാഫീഞ്ഞയെ വിട്ടുകിട്ടാൻ വേണ്ടി ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷനോട് FC ബാഴ്സലോണ അപേക്ഷിച്ചു, അതല്ലെങ്കിൽ അഭ്യർത്ഥിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. സ്പോർട്ടിന്റെ റിപ്പോർട്ടറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് റാഫീഞ്ഞ ബൊളീവിയയിലേക്ക് ട്രാവൽ ചെയ്യാൻ ഇപ്പോൾ ബാഴ്സലോണ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സ്റ്റേഡിയത്തിൽ കളിക്കാൻ, അതല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കൊണ്ട് കളിക്കാൻ FC ബാഴ്സലോണക്ക് ആഗ്രഹമില്ല. അവരുടെ താരത്തെ അവർക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ റാഫീഞ്ഞയെ തിരികെ വിളിക്കാൻ, അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരാൻ FC ബാഴ്സലോണ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി CBFനെ അവർ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം റാഫീഞ്ഞയെ CBF വിട്ടു നൽകുമോ എന്നുള്ളത് വ്യക്തമല്ല. അതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. റയലിന്റെ സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, അതുപോലെ തന്നെ എഡർ മിലിറ്റാവോ എന്നിവർ ആരും തന്നെ ഈ ഒരു സ്ക്വാഡിൽ ഇടം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും ഈ ഒരു പ്രശ്നം വരില്ല. റാഫീഞ്ഞയുടെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ FC ബാഴ്സലോണയെ ആശങ്കപ്പെടുത്തുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.